സർക്കാർ അനുവദിച്ചിരുന്ന അവധി പിൻവലിക്കാൻ അപേക്ഷ നൽകി എഡിജിപി എം.ആർ. അജിത് കുമാർ. ഈ മാസം 14 മുതൽ 4 ദിവസത്തേക്കാണ് അവധി അനുവദിച്ചിരുന്നത്. കഴിഞ്ഞ ദിവസം IPS തലപ്പത്ത് വലിയ അഴിച്ചുപണി നടത്തിയതിന് പിന്നാലെയാണ് അജിത് കുമാർ അപേക്ഷ നൽകിയത്. നേരത്തെ ഓണം പ്രമാണിച്ചായിരുന്നു അവധി അപേക്ഷ നൽകിയിരുന്നത്. ഡാൻ കുര്യന്റെ റിപ്പോർട്ടിലേക്ക്. ക്രമസമാധാന ചുമതലയുള്ള ADGP എം.ആർ. അജിത് കുമാറിനെതിരായി ഗുരുതരമായ ആരോപണങ്ങൾ ഭരണകക്ഷിയിലെ തന്നെ MLA ആയ PV അൻവറിന്റെ ഭാഗത്തുനിന്ന് ഉയരുകയും അത് മുന്നണിയിലെ മറ്റ് ഘടകകക്ഷികൾ ഏറ്റുപിടിക്കുകയുമൊക്കെ ചെയ്യുന്ന പശ്ചാത്തലത്തിലായിരുന്നു എം.ആർ. അജിത് കുമാറുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം സംസ്ഥാന പോലീസ് മേധാവിയുമായി കൂടിക്കാഴ്ച നടത്തിയത്. ആ കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തുവരുന്നതിനിടയിലാണ് എം.ആർ. അജിത് കുമാർ വരുന്ന 14-ാം തീയതി മുതൽ 17-ാം തീയതി വരെ 4 ദിവസത്തേക്ക് അവധിക്ക് അപേക്ഷ സമർപ്പിച്ചിരിക്കുകയാണ് എന്ന വിശദാംശങ്ങൾ പുറത്തുവന്നത്. അത് ഇപ്പോഴുണ്ടായിരിക്കുന്ന സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിലാണോ എന്ന ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടയിലാണ് ഈ അവധി റദ്ദാക്കണം, ക്യാൻസൽ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എം.ആർ. അജിത് കുമാർ തന്നെ കത്ത് നൽകിയിരിക്കുന്നത്. സ്വാഭാവികമായി വരുന്ന 15-ാം തീയതി തിരുവോണമാണ്. ആ തിരുവോണവുമായി ബന്ധപ്പെട്ട കുടുംബത്തിന്റെ അല്ലെങ്കിൽ കുടുംബവുമായി ആ ആഘോഷങ്ങളുടെ ഭാഗമാകുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം അവധി അപേക്ഷ നൽകിയത് എന്ന വിവരങ്ങളായിരുന്നു ആദ്യഘട്ടത്തിൽ പുറത്തുവന്നത്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഈ വിവാദങ്ങൾ ആഭ്യന്തര വകുപ്പിനെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയും തന്നെ പ്രതിരോധത്തിലാക്കുന്ന, സമ്മർദ്ദത്തിലാക്കുന്ന തരത്തിലേക്ക് മാറിയത് പശ്ചാത്തലത്തിലാണ് അജിത് കുമാർ ഈ അവധി വെട്ടിച്ചുരുക്കുന്നത്, അല്ലെങ്കിൽ അവധി വേണ്ട എന്ന് വെക്കുന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. സ്വാഭാവികമായി എം.ആർ. അജിത് കുമാറുമായി ബന്ധപ്പെട്ട വിവാദം അത് പാർട്ടിക്കുള്ളിലും മുന്നണിക്കുള്ളിലും വലിയ തരത്തിൽ വിമർശനങ്ങൾക്ക് വഴിവെക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഘട്ടത്തിൽ എം.ആർ. അജിത് കുമാർ അവധി റദ്ദാക്കിയത് ഇപ്പോഴുണ്ടായിരിക്കുന്ന സംഭവ വികാസങ്ങളുമായി ചേർത്ത് വായിക്കേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഏത് തരത്തിലായിരിക്കും അജിത് കുമാറുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദങ്ങളിൽ, പരാതികളിൽ, ആരോപണങ്ങളിൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന്, ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തുനിന്ന് തുടർ നീക്കങ്ങൾ ഉണ്ടാകുക എന്ന് അറിയാനുള്ള കാത്തിരിപ്പിലാണ് രാഷ്ട്രീയ കേരളം.